ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വെള്ളരിക്ക വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ രീതിയിലായാലും കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളരിക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് ഒറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞിട്ട് വേണം തുറന്ന് നോക്കാൻ. നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. വെള്ളരിക്ക കുക്കായതിന് ശേഷം അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് ഊറ്റി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാൻ. നല്ല പുളിയുള്ള തൈര് 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്